കാമുകനെ ജീവന് തുല്യം സ്നേഹിച്ച വെഞ്ഞാറമൂട്ടിലെ ഫർസാന എല്ലാവർക്കും ഒരു നൊമ്പരമാണ്. അഫാൻ അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു. വീട്ടുകാരറിയാതെ തൻ്റെ മാല പണയം വയ്ക്കാൻ നൽകിയതും അവൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ അറിഞ്ഞിട്ടും ചേർത്ത് നിർത്തിയതുമെല്ലാം അവളുടെ നല്ല മനസ്സ്. എന്നാൽ തന്നെയും അഫാൻ ചതിക്കുകയായിരുന്നുവെന്ന് കൊല്ലപ്പെടും വരെയും അവൾ അറിഞ്ഞില്ല. പണയം വയ്ക്കാൻ വാങ്ങിയ സ്വർണം തിരിച്ചു ചോദിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് ഫർസാനയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. ഉമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് കള്ളം പറഞ്ഞാണ് അഫാൻ കാമുകിയെ വീട്ടിലെത്തിച്ചത്. അഫാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. ക്യാൻസർ രോഗിയായ അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്നും ഫർസാനയെ കാണണമെന്ന് പറഞ്ഞെന്നും സംഭവ ദിവസം അഫാൻ യുവതിയെ അറിയിച്ചു. ഇത് വിശ്വസിച്ചാണ് ഫർസാന അഫാനൊപ്പം വീട്ടിലെത്തിയത്. നടന്നുവന്ന ഫർസാനയെ ബൈക്കിൽ കാത്തുനിന്ന അഫാൻ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. പൂട്ടിയ ഗേറ്റ് തുറക്കാൻ നോക്കിയപ്പോൾ കയ്യിലെ താക്കോൽ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി. തുടർന്ന് മതിലിന് ഉയരം കുറഞ്ഞ ഭാഗത്തുകൂടി ചാടിക്കടന്നാണ് ഇരുവരും അകത്തു കടന്നതെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞു. പണയം വയ്ക്കാൻ നൽകിയ സ്വർണ്ണമാല തിരികെ ചോദിച്ച് സമ്മർദ്ദത്തിലാക്കിയ ഫർസാനയോട് വൈരാഗ്യം തോന്നിയിരുന്നു. സ്വന്തം വീട്ടുകാർ അറിഞ്ഞപ്പോഴാണ് ഫർസാന മാല തിരികെ ചോദിച്ചത്. പിതാവിന്റെ കാർ ആറ്റിങ്ങലിലെ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചാണ് മാല തിരിച്ചെടുത്തു കൊടുത്തതെന്നും അഫാൻ പറഞ്ഞു. 3 പേരെ കൊലപ്പെടുത്തിയ വിവരം അഫാൻ പറഞ്ഞറിഞ്ഞ ഫർസാന കസേരയിലിരുന്ന് കരയുമ്പോഴാണ് തലക്കടിച്ചു കൊന്നത്. ഇതിനിടെ കുഴിമന്തി വാങ്ങി തിരികെ എത്തിയ സഹോദരനെ ഹാളിൽ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപാതക വിവരങ്ങൾ ധരിപ്പിച്ച ശേഷമാണ് തലക്കടിച്ചു കൊന്നതെന്നും അഫാൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. അടികൊണ്ട് തറയിൽ വീണ അനുജൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് നിയന്ത്രണം നഷ്ടമായി. തുടർന്നാണ് രക്തമെല്ലാം കഴുകി വസ്ത്രം മാറിയ ശേഷം മദ്യത്തിൽ എലിവിഷം ചേർത്ത് കഴിക്കുകയും ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തത്. അമ്മയെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച ശേഷം മുറി പൂട്ടിയ അഫാൻ താക്കോൽ ശുചിമുറിയിലെ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ചതായി പോലീസ് കണ്ടെത്തി. പേരുമലയിലെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ താക്കോൽ കണ്ടെടുത്തിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതി വീണ്ടും റിമാൻഡിലാണ്. അഫാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസും കോടതിയിൽ അപേക്ഷ നൽകും. ന്യൂസ് 18 വെഞ്ഞാറമൂട്.